ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഡാർക്ക് മാറ്റർ അഥവാ തമോദ്രവ്യമാണ്. ഗാലക്സികളെ പരസ്പരം അകന്നുപോകാതെ പിടിച്ചുനിർത്തുന്നത് ഈ അദൃശ്യമായ ദ്രവ്യത്തിന്റെ ഗുരുത്വാകർഷണമാണെന്ന് നമുക്കറിയാം. പക്ഷേ എന്താണ് ഈ ഡാർക്ക് മാറ്റർ എന്ന് ഇന്നുവരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ഇപ്പോൾ പുതിയൊരു സിദ്ധാന്തം പറയുന്നത് ഒരുപക്ഷേ നമുക്ക് ഡാർക്ക് മാറ്ററിനെ നേരിട്ട് കണ്ടെത്താനായില്ലെങ്കിലും അത് കത്തിക്കുന്ന ഒരു പുതിയ തരം പ്രേതങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്നാണ്. ഈ കഥയിലെ നായകന്മാർ ബ്രൗൺ ഡ്വാർഫുകൾ അഥവാ പരാജയപ്പെട്ട നക്ഷത്രങ്ങൾ ആണ്. ഗ്രഹങ്ങളെക്കാൾ വലുതും എന്നാൽ നക്ഷത്രങ്ങളെക്കാൾ ചെറുതുമായ വസ്തുക്കളാണിവ. ഒരു നക്ഷത്രമായി കത്തിജ്വലിക്കാൻ ആവശ്യമായ പിണ്ഡം നേടാൻ കഴിയാതെ പോയതുകൊണ്ട് ഇവയുടെ ജീവിതം മങ്ങിയ വെളിച്ചത്തിൽ ഒതുങ്ങിപ്പോകുന്നു. കാലം കഴിയുന്തോറും ഇവ തണുത്ത് കൂടുതൽ മങ്ങിപ്പോകും. അതുകൊണ്ടുതന്നെ ഇവയെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ഇവിടെയാണ് പുതിയ സിദ്ധാന്തത്തിന്റെ വരവ്. ഡർഹാം സർവകലാശാലയിലെ ഗവേഷകയായ ജൂൺ ക്രൂണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പറയുന്നു, ചില ബ്രൗൺ ഡ്വാർഫുകൾക്ക് ഒരു രഹസ്യ ഊർജ്ജ സ്രോതസ് ലഭിച്ചേക്കാം, അതാണ് ഡാർക്ക് മാറ്റർ. സിദ്ധാന്തം ഇങ്ങനെയാണ്: ഡാർക്ക് മാറ്റർ കണികകൾക്ക് പരസ്പരം കൂട്ടിയിടിച്ച് സ്വയം ഇല്ലാതാകാനും ഐൻസ്റ്റീന്റെ ഇൽ സമവാക്യം അനുസരിച്ച് ഊർജ്ജമായി മാറാനും കഴിയും. ഇതിന് ഡാർക്ക് മാറ്റർ വളരെ ഉയർന്ന സാന്ദ്രതയിൽ ഒന്നിച്ചുകൂടണം. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ കേന്ദ്രം പോലെ ഡാർക്ക് മാറ്റർ ധാരാളമുള്ള ഒരിടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബ്രൗൺ ഡ്വാർഫിന് അതിന്റെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് ഈ ഡാർക്ക് മാറ്ററിനെ പിടിച്ചെടുക്കാനും ഉള്ളിൽ ചെയ്യാനും കഴിയും. അങ്ങനെ ബ്രൗൺ ഡ്വാർഫിന്റെ ഉള്ളിൽ ഡാർക്ക് മാറ്റർ കൂട്ടിയിടിച്ച് ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ തുടങ്ങും. ഈ ഊർജ്ജം ബ്രൗൺ ഡ്വാർഫിനെ ഉള്ളിൽ നിന്ന് ചൂടാക്കും. അതോടെ സാധാരണ ബ്രൗൺ ഡ്വാർഫിനെപ്പോലെ തണുത്തു മങ്ങിപ്പോകുന്നതിനു പകരം അതൊരു സ്ഥിരമായ ഊഷ്മാവും പ്രകാശവും നിലനിർത്തും. ഇങ്ങനെ ഡാർക്ക് മാറ്റർ ഇന്ധനമാക്കുന്ന ബ്രൗൺ ഡ്വാർഫുകളെയാണ് ശാസ്ത്രജ്ഞർ ഡാർക്ക് ഡ്വാർഫുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡാർക്ക് ഡ്വാർഫുകളെ എങ്ങനെ തിരിച്ചറിയും? ഇവിടെയാണ് ഒരു ഡിറ്റക്റ്റീവ് അന്വേഷണം പോലെ രസകരമായ ഒരു മാർഗമുള്ളത്. അതിന്റെ തെളിവ് ലിഥിയം -7 എന്ന മൂലകമാണ്. സാധാരണ ബ്രൗൺ ഡ്വാർഫുകൾക്ക് അവയുടെ ഉള്ളിലെ താപനില കാരണം കാലക്രമേണ അവയിലെ ലിഥിയം -7 കത്തിത്തീരും. എന്നാൽ ഡാർക്ക് ഡ്വാർഫുകൾക്ക് ഡാർക്ക് മാറ്ററിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നതുകൊണ്ട് അവയ്ക്ക് ലിഥിയം കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനാൽ അവ ലിഥിയം -7 സംരക്ഷിക്കും. അപ്പോൾ തെളിവ് ഇതാണ്: പ്രായവും പിണ്ഡവും വെച്ച് നോക്കുമ്പോൾ ലിഥിയം മുഴുവൻ കത്തിത്തീരേണ്ട ഒരു ബ്രൗൺ ഡ്വാർഫിനെ കണ്ടെത്തി. അതിൽ ലിഥിയത്തിന്റെ സാന്നിധ്യം കണ്ടാൽ അതിനർത്ഥം അതിനുള്ളിൽ മറ്റെന്തോ ഒരു രഹസ്യ ഊർജ്ജ സ്രോതസ് ഉണ്ടെന്നാണ്. അത് ഡാർക്ക് മാറ്റർ ആയിരിക്കാം. ഈ കണ്ടെത്തലിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ഡാർക്ക് ഡ്വാർഫിനെ കണ്ടെത്താനായാൽ അത് ഡാർക്ക് മാറ്ററിന്റെ സ്വഭാവത്തെക്കുറിച്ച് നിർണായകമായ വിവരം നൽകും. വിംബുകൾ പോലെ ഭാരമുള്ളതും പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നതുമായ കണികകളാണ് ഡാർക്ക് മാറ്റർ എന്ന് ഇത് തെളിയിക്കും. ആക്സിയോൺ പോലുള്ള മറ്റ് സിദ്ധാന്തങ്ങളെക്കാൾ വിംബ് സിദ്ധാന്തത്തിന് ഇത് വലിയൊരു മുതൽക്കൂട്ടാകും. ഡാർക്ക് ഡ്വാർഫുകൾ വളരെ തണുത്ത വസ്തുക്കളായതിനാൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിക്ക് ഒരുപക്ഷേ ഇവയെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യത്തിന്റെ ചുരുളൊഴിക്കാൻ ഈ പ്രേതങ്ങളെ കണ്ടെത്താനാകുമോ എന്ന ആവേശകരമായ കാത്തിരിപ്പിലാണ് ശാസ്ത്രലോകം.